Hi to all. We will taking the second chapter on the trial of the earliest people. In this chapter, we are going to know about how the early man lived their life in the time period of Paleolithic age. That means prehistory period. We already talked about people who lived in the subcontinent as early as 2 million years ago. We described them as hunter-gatherers, Vetakar. Generally, they hunted wild animals, fish, birds, gathering fruits, nuts, seeds, eggs, etc. All these was very difficult. ഇതെല്ലാം വളരെ പ്രയാസമായിരുന്നു അവർക്ക്. കാരണം ഇന്ന് നമ്മൾക്കറിയാം ഫുഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ലഭിക്കുന്നത്, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ട്. ബട്ട് ആദിമ മനുഷ്യന്റെ ഫുഡിനു വേണ്ടി പലതരത്തിലുള്ള അലച്ചിലുകൾ വളരെയേറെ പ്രയാസം നിറഞ്ഞതായിരുന്നു. ഹണ്ടിങ്, ആനിമൽസിനെ അവരോടൊപ്പം വേഗത്തിൽ ഓടിച്ചെന്ന് വേട്ടയാടുക. ബേർഡ്സ്, ഫിഷസ് എന്നിവയെ പിടിക്കാനായിട്ടൊക്കെ വളരെയേറെ അലേർട്ടായിട്ടിരിക്കുക. അലർട്ടായിട്ടിരുന്ന് തന്നെ അവരെ പെട്ടെന്ന് പിടിക്കുക. ഇതൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ആൻഡ് പ്ലാന്റ്സ്, അവയുടെ ഏത് പാർട്സ് ആണ് എഡിബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുക. സംടൈംസ് ക്യാൻ ബി പോയിസണസ്. Knowledge of plants is needed to know which of them is poisonous. And also knowledge of seasons was required. അപ്പോൾ ഇതൊക്കെ തന്നെയും പ്ലാന്റ്സിന്റെ ഏത് പാർട്സ് ആണ്, ഏത് പ്ലാന്റ്സ് ആണ് പോയിസണസ് എന്നതുകൂടി അവർക്ക് അറിവില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലായിരുന്നു ആദിമ മനുഷ്യന്റെ പ്രധാനമായും എടുത്തു പറയേണ്ട സംഗതികളിലൊന്ന്. We already talked about the first chapter that early man always moved from place to place. Why were they on the move? Mainly, there are 4 reasons why hunter-gatherers moved from place to place. The first reason, if they stayed in a place for long, they would have eaten everything available. ഒരു സ്ഥലത്ത് തന്നെ അവർ നിൽക്കുമ്പോൾ അവിടുത്തെ ആ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ റിസോഴ്സസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും, അല്ലെ? അതെല്ലാം അവർ കഴിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലഭ്യത കുറവ് കാരണം അവർ വേറൊരു പ്ലേസിലേക്ക് ഇൻ സെർച്ച് ഓഫ് ഫുഡ്, അവർ മൂവ് ചെയ്യുന്നത് ഇൻ സെർച്ച് ഓഫ് ഫുഡിന് വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്ലേസിലേക്ക് ഫുഡ് കിട്ടുന്ന മറ്റൊരു പ്ലേസിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ടാകാം. ഇതാണ് ഒരു ഫസ്റ്റ് റീസൺ. Then the second reason, animals moved from place to place, so people also needed to follow. അവരുടെ ആനിമൽസ് നല്ല ഗ്രാസ്, ലീവ്സ് ഒക്കെ അന്വേഷിച്ചുകൊണ്ട് അവർ വേറൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഹ്യൂമനും എന്ത് ചെയ്യും? അവരോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് പോയിട്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഒരു ഡിയർ ഹണ്ട് ചെയ്ത് അവർ പിടിക്കാനായിട്ട് പിറകെ ഓടി ഡിയർ ഒരു നല്ലൊരു ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും ആ ഒരു സ്ഥലത്തിൽ വന്ന് പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങി അവിടെ ജീവിച്ചിരിക്കാം. Then the third reason, plants and trees grew according to seasons. Plants, trees ഒക്കെ ഓരോ സീസൺ അനുസരിച്ചായിരിക്കും അതിന്റെ ഫ്രൂട്ട്സ് ബിയർ ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ആ ഒരു ഡിഫറെന്റ് സീസൺ അനുസരിച്ച് അവർ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യും. ദ ഫോർത്ത് വൺ, ഇൻ സെർച്ച് ഓഫ് വാട്ടർ. വൈൽ മെനി റിവേഴ്സ് ആൻഡ് ലേക്സ് ആർ പെർനിയൽ, others are seasonal. People living on their banks would have to go in search of water during the dry seasons. വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കണം മനുഷ്യൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും.
perennial source of water ഉണ്ട്, non-perennial, that means seasonal source of waters ഉണ്ട്. What do you mean perennial? Perennial source of water are those rivers and lakes in which water is available throughout the year. അതായത് ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവനും വെള്ളം ലഭിക്കുന്ന സോഴ്സിനെയാണ്, സോഴ്സ് ഓഫ് വാട്ടറിനെയാണ് പെർണിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗംഗാ നദി വറ്റാറില്ല അല്ലേ, സീസൺ മുഴുവൻ നമുക്ക് ജലം ലഭിക്കുന്ന ഒരു നദിയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. ചില നദികൾ സീസണൽ ആയിരിക്കും, അതായത് സമ്മർ സീസണിൽ ദേ ഡ്രൈഡ് അപ്പ്. സോഴ്സസ് ഓഫ് വാട്ടർ ആർ ദോസ് rivers and lakes in which water is not available throughout the year. These are called seasonal rivers. How do we know about the earliest people? നമുക്ക് എങ്ങനെയാണ് earliest peopleനെ കുറിച്ചിട്ട് അറിയാൻ കഴിയുന്നത്? We have to rely on archaeologists for this. അല്ലേ, നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റോൺ ഏജ് എന്നുകൂടി നമുക്ക് പറയാം. പണിയായുധങ്ങൾ നിർമ്മിക്കാനും ആയുധങ്ങൾ നിർമ്മിക്കാനും ഒക്കെ അന്നത്തെ മനുഷ്യൻ കല്ലുകളെ ആശ്രയിച്ചിരുന്നു. കല്ലുകൾ ചെത്തിമിനുക്കി കൂർപ്പിച്ചും മറ്റുമൊക്കെ അവർ പണിയായുധങ്ങളും ആയുധങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നു. ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് ടൂൾസ് മെയ്ഡ് ഓഫ് വുഡ്, ബോൺ ആൻഡ് സ്റ്റോൺ യൂസ്ഡ് ബൈ ഏർലി പീപ്പിൾ for cutting bone and meat, chop fruits, digging roots, and stitching clothes of animal skin. പലതരത്തിലുള്ള കല്ലുകളാണ് അവർ ചെത്തിമിനുക്കിയതും. സ്റ്റിച്ചിങ് ക്ലോത്ത്സ് മെയ്ഡ് ഔട്ട് ഓഫ് ആനിമൽ സ്കിൻ. ആനിമൽ സ്കിന്നിലാണ് അവരുടെ ക്ലോത്ത്സ് നിർമ്മിച്ചിരുന്നത്. അതിന് ഒരു ഹോളൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ്. ഡിഗിങ് ദ ഗ്രൗണ്ട് ടു കളക്ട് എഡിബിൾ റൂട്ട്സ് കുത്തി എടുക്കാനും മറ്റുമൊക്കെ അവർ കല്ലുകളെ ആശ്രയിച്ചിരുന്നു. കൂർപ്പിച്ചും ഷാർപ്പ് ചെയ്തിട്ടൊക്കെയാണ് അവർ കല്ലുകളെ ആശ്രയിച്ചിരുന്നത്. Some may have been attached to handles of bone or wood to make spears and arrows for hunting. Wood was also used to make huts and tools. As stone tools were important, people tried to find better quality stone. So the places where good quality stones were found turned to become factory sites. നല്ലതരം കല്ലുകൾ അന്വേഷിച്ച് അവർ നീങ്ങുകയും മൂവ് ചെയ്യുകയും ആ കല്ലുകൾ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് അവർ ആ കല്ലുകളായിരുന്നു അവരുടെ പണിയായുധങ്ങളായിട്ട് അവർ ചെത്തിമിനുക്കി എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവർ അവിടെ തന്നെ അവരുടെ ഒരു ഹാബിറ്റേഷനും അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോന്നു. ആദിമ മനുഷ്യൻ അവന്റെ വാസസ്ഥലം നിർമ്മിച്ചിരുന്നത് നദിക്കരകളിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എപ്പോഴാണോ അവർക്ക് സ്റ്റോൺ ടൂൾസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്, then people tried to find places where good quality stones was easy available. Good quality stones നോക്കി അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയിൽ ആയിരുന്നു. Places where stone was found and where people made tools are known as factory sites. ഈ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അവരുടെ പിന്നീടുള്ള യാത്രകൾ. ഈ നല്ല നല്ല സ്റ്റോൺസ് അവർ എടുക്കുകയും ചെത്തിമിനുക്കി അവരുടെ ആയുധങ്ങളും നിർമ്മിക്കാനും അവർ ഉപയോഗിച്ചിരുന്നു. നാച്ചുറൽ കേവ്സ് ആയിരുന്നു പിന്നീട് അവർ വാസസ്ഥലമായി തിരഞ്ഞെടുത്തത്. അതിനുള്ള പ്രധാന കാരണവും ഈ സ്റ്റോൺ ടൂൾസിന്റെ ലഭ്യതയായിരുന്നു. Places where stone was found and where people made tools are known as factory sites. ഈ സ്ഥലങ്ങളെയാണ് ഫാക്ടറി സൈറ്റ്സ് എന്ന് പറയുന്നത്. പീപ്പിൾസ് ആ ടൂൾസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലത്തിനെ ഫാക്ടറി സൈറ്റ്സ് എന്ന് പറയുന്നു. We find blocks of stone, tools, vast amount of chips of waste stones in those sites.
ഈ സൈറ്റിൽ നിന്ന് നമുക്ക് നിറയെ പലതരത്തിലുള്ള സ്റ്റോൺസ്, പിന്നെ മരത്തടികൾ കൊണ്ട് ആ സ്റ്റോണിലോട്ട് വെച്ച് കെട്ടി കൊണ്ടുള്ള അവരുടെ പണിയായുധങ്ങൾ, അങ്ങനെ പലതും നമുക്ക് ഈ സൈറ്റിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെയാണ് സൈറ്റ് എന്ന് പറയുന്നത്. People lived here for longer spells of time. These sites are called habitation cum factory. അവർ ഈ പണിസ്ഥലം എന്നതിലുപരി അവർ അവിടെ തന്നെ വസിക്കുകയും ചെയ്തിട്ടുണ്ട്, ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്സ് എന്നും പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചിത്രത്തിൽ ഇതാണ് ബിംബികേക്ത. ഇത് മധ്യപ്രദേശിലെ ഒരു ഫാക്ടറി സൈറ്റാണ്. ഇതൊരു നാച്ചുറൽ കേവ് ആണ്. നർമ്മദ വാലിയിലാണ് ഇത്. ഡെക്കാൻ പ്ലാറ്റ്യൂ, വിന്ധ്യാസ് പർവ്വതങ്ങളുടെ അടുത്താണ് ഇത് കാണപ്പെടുന്നത്. ആളുകൾ ഇത്തരം നാച്ചുറൽ കേവ്സ് അന്വേഷിച്ചു പോകുന്നത് നല്ല ബലമുള്ള ഒരു അവരുടെ ഒരു വാസസ്ഥലം എന്നതുകൊണ്ട് തന്നെയാണ്. ഇതിൽ നമ്മുടെ മഴയിൽ നിന്നും, ചൂടിൽ നിന്നും, കാറ്റിൽ നിന്നും, വന്യമൃഗങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. They have caves and rock shelters. These caves provided shelters from rain, heat and wind. അതിലുപരി അവർക്ക് ഇവിടെ നിന്നും ഒരുപാട് നല്ല ക്വാളിറ്റി സ്റ്റോൺസ്, അവരുടെ പണിയായുധങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുമായി, നല്ല ആയുധങ്ങൾക്ക് മറ്റുമായിട്ടുള്ള നല്ല ക്വാളിറ്റി സ്റ്റോൺസും അവർക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ബിംബികേക്ത. ഇത് മധ്യപ്രദേശിലെ ഒരു ഫാക്ടറി സൈറ്റ്സ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. See you next class.